ഞങ്ങൾ തൃക്കാക്കര ജയിച്ചപ്പോൾ പറഞ്ഞു അത് സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ പുതുപ്പള്ളി ജയിച്ചപ്പോഴും പറഞ്ഞു അത് സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ടാണ്. അതിൻ്റെ ശേഷം ഞങ്ങൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു, അപ്പോൾ അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം ഞങ്ങൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു. അതിൻ്റെ മുമ്പ് ഞങ്ങൾ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഞങ്ങൾ തോറ്റ നിലമ്പൂർ ഞങ്ങൾ തിരിച്ചു പിടിച്ചു. അപ്പം ഞങ്ങൾ കുറച്ചായിട്ട് ഓരോ തിരഞ്ഞെടുപ്പ് ജയിച്ചിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ പണിയെടുത്ത് ജയിപ്പിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ലോക്കൽ ബോഡി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര വലിയ വിജയം ഉണ്ടാവുമെന്നുള്ളത് നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ യെസ്, അപ്പോൾ നിങ്ങളുടെ അത്തരം എക്സ്പെക്റ്റേഷൻസിനെ മറികടക്കുന്ന പ്രകടനം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും ജനങ്ങൾക്കൊപ്പം നിന്ന് UDF നേടും. അപ്പോൾ അത്തരം ഒരു പെർസെപ്ഷൻസിനെ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ UDF നേതൃത്വവും സഹപ്രവർത്തകരും ഇനിയിപ്പം ഉണ്ടാകാൻ പോകുന്നത് ഇപ്പം ചെറിയ എന്തെങ്കിലും ഒരു വർത്തമാനോ വാർത്തയോ വരുമ്പോഴത്തേക്കും അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള തലത്തിലുള്ള വലിയ വാർത്തകളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതല്ല ജനങ്ങൾക്കിടയിലെ ചർച്ചയും വാർത്തകളും തമ്മിലുള്ള അന്തരം ചില ചാനലുകൾ പ്രത്യേകിച്ചും മനസ്സിലാക്കാനും കൂടെ ഈ വിധി ഉപകാരപ്പെടും എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ വാർത്തകളും ചർച്ചകളും തമ്മിലുള്ള ജനങ്ങൾക്കിടയിലെ ചർച്ചയും തമ്മിലുള്ള ചില അന്തരം അത് അവർക്ക് മനസ്സിലാക്കാനും കൂടെ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ പേരിൽ ഞങ്ങൾ അഹങ്കരിക്കില്ല, ഇതിൻ്റെ പേരിൽ ഞങ്ങൾ വെറുതെ കയറി വീട്ടിലിരിക്കില്ല. ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ കൂടുതൽ വിനയത്തോടെ അതെല്ലാ UDF സഹപ്രവർത്തകരോടുമായി ഒരു സഹപ്രവർത്തകർ എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും അത്തരം കാര്യങ്ങൾ കൂടുതൽ ജനങ്ങൾക്കൊപ്പം നിന്ന് താഴെത്തട്ടിൽ ഇറങ്ങി നിന്ന്, കാരണം ഇത് അവർ പണിയെടുത്ത് നേടിയ വിജയം തന്നെയാണ്, ഇതാരും കൊണ്ടുവന്നതല്ല. ഒന്ന്, ഇതിൻ്റെ ക്രെഡിറ്റ് ജനങ്ങൾക്കാണ്. ജനങ്ങൾക്കിടയിലേക്ക് UDFൻ്റെ എല്ലാ കാര്യങ്ങളെയും എത്തിച്ച സാധാരണ UDF പ്രവർത്തകൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രംഗത്ത് വന്നിട്ട് സ്ഥാനാർത്ഥി അല്ലെങ്കിലും സ്ഥാനാർത്ഥി ആഗ്രഹിച്ചിട്ട് ചിലപ്പം കിട്ടിയിട്ടില്ലെങ്കിലും ഒക്കെ ഇതിലെൻ്റെ പ്രസ്ഥാനവും മുന്നണിയും ജയിച്ചേ തീരുമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ UDF പ്രവർത്തകൻ, വോട്ട് ചേർത്തിയ, ചോദിച്ച, ചെയ്യിപ്പിച്ച, കൊടി കെട്ടിയ, പോസ്റ്റർ ഒട്ടിച്ച, ബാനർ എഴുതിയ, ചുമരെഴുതിയ സാധാരണ UDF പ്രവർത്തകൻ, ആ UDF പ്രവർത്തകൻ്റെ കഠിനാധ്വാനത്തിനും കൂടിയുള്ള റിസൾട്ടാണ്. അത് ഞങ്ങൾ നിലനിർത്തും. അദ്ദേഹം പറഞ്ഞത് സഖ്യമുണ്ടായിരുന്നു, ആ സഖ്യം നിങ്ങൾക്ക് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട്, ഈ ചർച്ചകൾ നടന്നത് പോലും ഗുണകരമായി മാറി എന്ന് പറഞ്ഞു. ഞങ്ങൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾക്കറിയാം. ഞങ്ങൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി പോലും വലിയ ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ്. അവിടെ UDFും വെൽഫെയർ പാർട്ടി നേർക്കുനേർ മത്സരം നടന്ന സീറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സഖ്യത്തിൻ്റെ പരസ്യമായിട്ടുള്ള അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള ഒരു സഖ്യത്തിൻ്റെ പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ആളുകളെയൊക്കെ പ്രാദേശികമായിട്ട് CPM എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളതിൻ്റെ കണക്കുകളും കൂടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ചില തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനെ സഖ്യം എന്ന് പറയുന്നത് ഈ സീറ്റ് നിങ്ങൾ മത്സരിച്ച ആ സീറ്റ് അങ്ങനത്തെ ധാരണയിലേക്ക് എത്തിയതായിട്ട് എനിക്കറിവില്ല. ഇനി ഇതിൽ അത്തരം കാര്യങ്ങൾ CPM എന്താണ് ചെയ്തിരുന്നത് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പോൾ CPM അത്തരം കാര്യങ്ങളിലൊന്നും ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന തരത്തിലുള്ള ഒരിടപെടലും നടത്താൻ എൻ്റെ പൊന്നണ്ണ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വവും പാലക്കാട്ടെ മത്സരം ഒന്നും ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടോ ചർച്ച ചെയ്തിട്ടോ ഇല്ല. ഞാൻ എന്തായാലും വടകരയിലുണ്ടാവും.